സെനഗലിലെ ബംബാലി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സാഡിയോ മാനെ ജനിച്ചത്. അങ്ങേയറ്റം ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യം. പന്ത് വാങ്ങാൻ പോലും പണമില്ലാത്തതിനാൽ പഴയ തുണികളും മറ്റും ചുരുട്ടിക്കൂട്ടിയായിരുന്നു അവൻ പന്ത് തട്ടിയിരുന്നത്. ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല. പഠനത്തിലായിരുന്നു അവരുടെ ശ്രദ്ധ. പക്ഷേ മാനയുടെ ഉള്ളിൽ ഒരേയൊരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമാവുക. 16-ാം വയസ്സിൽ ആരും അറിയാതെ അവൻ ഗ്രാമത്തിൽ നിന്ന് തലസ്ഥാനമായ ഡാക്കറിലേക്ക് വണ്ടി കയറി. കയ്യിൽ കുറച്ച് പണവും മുഷിഞ്ഞ വസ്ത്രങ്ങളും മാത്രം. അവിടെ നടന്ന ട്രയൽസിൽ കീറിപ്പറഞ്ഞ ഷൂസും പഴയ ഷോർട്സും ധരിച്ചെത്തിയ മാനയെ കണ്ട് പലരും പരിഹസിച്ചു. എന്നാൽ പന്ത് കിട്ടിയതും അവൻ തൻ്റെ വേഗത കൊണ്ടും കഴിവും കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. അവിടെ നിന്നാണ് മെറ്റ്സ് എന്ന ഫ്രഞ്ച് ക്ലബിലേക്കും പിന്നീട് ലോകപ്രശസ്തമായ ലിവർപൂളിലേക്കും അവൻ വളർന്നത്. ലിവർപൂളിലെത്തിയ മാനെ ലോകത്തെ മികച്ച ഫോർവേഡുകളിൽ ഒരാളായി മാറി. ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് തുടങ്ങി എല്ലാ പ്രധാന കിരീടങ്ങളും അദ്ദേഹം നേടി. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൺ ഡിയോർ പട്ടികയിൽ 2-ാം സ്ഥാനത്തെത്തി. പക്ഷേ ഈ വിജയങ്ങളൊന്നും അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയില്ല. ഇവിടെയാണ് മാനയുടെ കഥ വേറിട്ട് നിൽക്കുന്നത്. ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടും അദ്ദേഹം ലളിത ജീവിതം നയിക്കുന്നു. എനിക്ക് 10 ഫെരാരികളും 20 ഡയമണ്ട് വാച്ചുകളും 2 വിമാനങ്ങളും വാങ്ങാം. പക്ഷേ അതുകൊണ്ട് എൻ്റെ നാട്ടുകാർക്ക് എന്ത് ഗുണം? എനിക്ക് വിശന്നവനെ ഊട്ടണം, കുട്ടികൾക്ക് വിദ്യാലയങ്ങൾ പണിയണം. തൻ്റെ ഗ്രാമത്തിൽ ഇന്ന് അദ്ദേഹം വലിയ ആശുപത്രിയും സ്കൂളും സ്റ്റേഡിയവും പണിതു കഴിഞ്ഞു. സാഡിയോ മാനെ വെറുമൊരു ഫുട്ബോൾ താരമല്ല. കഠിനാധ്വാനത്തിലൂടെ സ്വപ്നങ്ങൾ കീഴടക്കാമെന്നും വിജയിച്ചാലും വന്ന വഴി മറക്കരുതെന്നും ലോകത്തെ പഠിപ്പിച്ച മഹാനായ മനുഷ്യനാണ്.